Hi all, welcome back to my channel. ഇന്നത്തെ വീഡിയോ ബേസിക് അക്കൗണ്ടിങ് പ്രിൻസിപ്പിളിനെ കുറിച്ചിട്ടുള്ളതാണ്. സോ പ്രിൻസിപ്പിൾ ഓഫ് ഡ്യുവൽ ആസ്പെക്റ്റ്, ഇത് ഏറ്റവും ബേസിക് ആയിട്ട് അക്കൗണ്ടിങ്ങിൻ്റെ ഉടനീളം നമുക്ക് യൂസ് ആവുന്ന ഒരു പ്രിൻസിപ്പിളാണ് ഡ്യുവൽ ആസ്പെക്റ്റ് പ്രിൻസിപ്പിൾ. According to this principle, each and every business transaction has two aspects, a giving aspect and a receiving aspect. ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഏതൊരു ട്രാൻസാക്ഷൻ എടുത്താലും അതിൽ രണ്ട് ആസ്പെക്റ്റുകളുണ്ട്, രണ്ട് വശങ്ങളുണ്ടാവാം. ഒന്ന് ഗിവിങ് ആസ്പെക്റ്റ് ആൻഡ് റിസീവിങ് ആസ്പെക്റ്റ്. ഫോർ എക്സാമ്പിൾ, പർച്ചേസ്ഡ് എ മെഷീനറി, ഒരു മെഷീനറി പർച്ചേസ് ചെയ്തു. അതിൻ്റെ അർത്ഥം എന്താണ്? മെഷീനറി ബിസിനസ്സിൻ്റെ ഉള്ളിലേക്ക് വരികയാണ്. ദാറ്റ് ഈസ് ദ റിസീവിങ് ആസ്പെക്റ്റ്. ബിസിനസ് മെഷീനറി റിസീവ് ചെയ്യുകയാണ്. ആൻഡ് ദി ഗിവിങ് ആസ്പെക്റ്റ് എന്താണ്? നമ്മൾ എന്ത് കൊടുത്തിട്ടാണ് മെഷീനറി വാങ്ങുന്നത്? ക്യാഷ് പേ ചെയ്തിട്ടാണ്, ക്യാഷ് കൊടുത്തിട്ടാണ് നമ്മൾ മെഷീനറി വാങ്ങിക്കുന്നത്. സോ ഗിവിങ് ആസ്പെക്ട് ഹിയർ എന്താണ്? ക്യാഷ് പുറത്തേക്ക് പോകുന്നതാണ്. ബിസിനസ്സിൻ്റെ ക്യാഷ് പുറത്തേക്ക് പോകുന്നു, മെഷീനറി ഉള്ളിലേക്ക് വരുന്നു. ഓക്കെ, സോ രണ്ട് ആസ്പെക്ട്, ഗിവിങ് ആസ്പെക്ട് ആൻഡ് റിസീവിങ് ആസ്പെക്ട്. ഇനി കുറച്ചുകൂടി ഡീപ്പായിട്ടുള്ള ഒരു എക്സാമ്പിളിലേക്ക് നമുക്ക് പോകാം. X starts a business with a capital of rupees 20,000. X is the owner. He starts the business with a capital of 20,000 rupees. Okay. Here, receiving aspect is business owns or receives assets worth rupees 20,000. That is cash. X സ്റ്റാർട്ട് ചെയ്യാണ്. എക്സ് എന്ന് പറഞ്ഞ ഒരാൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാണ്. അയാൾ എത്ര ക്യാപിറ്റൽ കൊണ്ടുവന്നു? 20,000 rupees ക്യാപിറ്റലായിട്ട് കൊണ്ടുവന്നു. ഇതിൻ്റെ റിസീവിങ് ആസ്പെക്ട്, അതായത് ബിസിനസ് എന്ത് ചെയ്യുകയാണ്? ഈ ക്യാപിറ്റൽ ക്യാഷ് ആയിട്ടാണല്ലോ വരുന്നത്. സോ ബിസിനസ് ഈ ക്യാഷ് റിസീവ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ റിസീവിങ് ആസ്പെക്ട് എന്താണ്? ബിസിനസ് ഓൺസ് ഓർ റിസീവ്സ് അസെറ്റ്സ്, അതായത് ക്യാഷ് റിസീവ് ചെയ്യുകയാണ്. ഇനി ഗിവിങ് ആസ്പെക്ട് എന്തായിരിക്കും? അറ്റ് ദ സെയിം ടൈം ദ ഗിവിങ് ആസ്പെക്ട് ഈസ് ദ ബിസിനസ് ഹാസ് ദ ഒബ്ലിഗേഷൻ ടു റീപേ ദ എമൗണ്ട് റിസീവ്ഡ് ഫ്രം ദി ഓണർ. നമുക്കറിയാം അക്കൗണ്ടിങ് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്താണ് പറയുന്നത്? ബിസിനസ് എൻറ്റിറ്റി വേറെയാണ്, ഓണർ വേറെയാണ്. അത് രണ്ടും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പറയുക. ഓക്കെ, ഓണർ ബിസിനസ്സിലേക്ക് ക്യാപിറ്റൽ കൊണ്ടുവന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? ബിസിനസ് ഈസ് ലയബിൾ ടു റീപേ ദ ക്യാപിറ്റൽ എമൗണ്ട് ടു ഓണർ. അങ്ങനെയല്ലേ? അപ്പോൾ ഇവിടെ ഗിവിങ് ആസ്പെക്ട് എന്ന് പറയുന്നത് എന്താണ്? ബിസിനസ് ഹാസ് ദ ഒബ്ലിഗേഷൻ, ബിസിനസിന്റെ ബാധ്യതയാണ് എന്ത്? ദ റീപേ ദ എമൗണ്ട് റിസീവ്ഡ് ഫ്രം ദി ഓണർ. ഓണർ കൊണ്ടുവന്ന ക്യാപിറ്റൽ ഓണറിലേക്ക് തിരിച്ചടക്കാൻ, റീപേ ചെയ്യാൻ ബിസിനസ് ബാധ്യസ്ഥനാണ്. ഓക്കെ, സോ ഗിവിങ് ആസ്പെക്ട് എന്ന് പറയുന്നത് റീപേ ദ എമൗണ്ട് നമ്മൾ കൊടുക്കുകയാണ്, ഗിവിങ് ആസ്പെക്ട് ആണ്. ഇവിടെ റിസീവിങ് ആസ്പെക്ട് എന്ന് പറയുന്നത് ബിസിനസ് ക്യാഷ് റിസീവ് ചെയ്തു. ദാറ്റ് ഈസ് ദ റിസീവിങ് ആസ്പെക്ട്. ഗിവിങ് ആസ്പെക്റ്റോ, ബിസിനസ് ഓണറിലേക്ക് എമൗണ്ട് റീപേ ചെയ്യണം, ഗിവ് കൊടുക്കണം. ഓക്കെ, ഇങ്ങനെ രണ്ട് ആസ്പെക്റ്റുകൾ ഈ ഒരു ട്രാൻസാക്ഷനിൽ നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ഇറ്റ് ഓസ് 20,000 ടു ദ ഓണർ. അതായത് ഗിവിങ് ആസ്പെക്റ്റിൽ പറഞ്ഞതാണ് ബിസിനസ് ഓണറിന് 20,000 രൂപ കൊടുക്കാൻ കടപ്പെട്ടവനാണ്. ഓക്കെ, അപ്പൊ രണ്ട് ആസ്പെക്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ്, ഹെൻസ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു അസെറ്റ്സ്. അപ്പൊ ഈ ഒരു കേസിൽ എന്താ അർത്ഥം? കൊണ്ടുവന്ന ക്യാപിറ്റൽ 20,000 ആണ്. അതുപോലെ തന്നെ ആ ക്യാപിറ്റൽ എങ്ങനെയാണ് കൊണ്ടുവന്നത്? ക്യാഷ് ആയിട്ടാണ് കൊണ്ടുവന്നത്, അതും 20,000 തന്നെ. ഓക്കെ, സോ ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു അസെറ്റ്സ്. ഇവിടെ ഈ ഒരു ഇക്വേഷൻ അറൈവ് ചെയ്തു. ഇനി നമുക്ക് സപ്പോസ് എക്സ് ബോറോഡ്, അതായത് ആ ഓണർ ബോറോഡ് rupees 10,000 ഫ്രം വൈ, ആൻ ഔട്ട്സൈഡർ. ഇനി ഈ ഓണർ എന്ത് ചെയ്യാണ്? ഔട്ട്സൈഡർ ആയിട്ടുള്ള ഒരാളോട് ബോറോ ചെയ്യാണ്, അതായത് കടം വാങ്ങുകയാണ് 10,000 rupees. ഓക്കെ, ലോൺ ആയിട്ട് കടം വാങ്ങി. ആൻഡ് ഇൻവെസ്റ്റഡ് ഇൻ ബിസിനസ് ഫോർ ഇറ്റ്സ് എക്സ്പാൻഷൻ. ബിസിനസിന്റെ ഫർദർ എക്സ്പാൻഷന് വേണ്ടിയിട്ട് ആ 10,000 rupees ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഈ ഒരു ട്രാൻസാക്ഷനിലെ ഗിവിങ് ആസ്പെക്ട് എന്താണ്? റിസീവിങ് ആസ്പെക്ട് എന്താണ്? ദ ലോൺ ഗിവൺ ബൈ വൈ ഇൻക്രീസ്ഡ് അസെറ്റ്സ് ഓഫ് ദ ബിസിനസ് ആൻഡ് ലയബിലിറ്റി ഓഫ് ദ ബിസിനസ്. രണ്ട് വശങ്ങളാണ് പറയുന്നത്. ഓക്കെ, എന്താ സംഭവിച്ചത്? വൈൻ്റെ അടുത്ത് തന്നെ എക്സ് ബോറോ ചെയ്തു 10,000 rupees. അപ്പൊ എന്താ സംഭവിച്ച? അസെറ്റ്സ് ഓഫ് ദ ബിസിനസ് ഇൻക്രീസ്ഡ്. പൈസ എന്ത് ചെയ്യാണ്? ബോറോ ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്തു ബിസിനസ്സിലേക്ക്, അല്ലെ? അപ്പൊ ബിസിനസ്സിലെ പൈസ വരികയാണല്ലോ ചെയ്തത്.
അതായത് അസറ്റ്സ് ഓഫ് ദ ബിസിനസ് ഇൻക്രീസ്ഡ്, ബിസിനസ്സിലെ ക്യാഷ് കൂടി. അതേപോലെ എന്താ സംഭവിക്കുന്നത്, ലയബിലിറ്റി ഓഫ് ദ ബിസിനസ് ഓൾസോ ഇൻക്രീസ്ഡ്, ബിസിനസിന്റെ ലയബിലിറ്റിയും കൂടിയില്ലേ. കാരണം എന്താണ്, എക്സ് വൈയുടെ അടുത്തുനിന്ന് കടം വാങ്ങുക ചെയ്തത്, ലോൺ എടുക്കുക ചെയ്തത്, ആ ലോൺ റീപേ ചെയ്യണമല്ലോ. ഓക്കെ, അപ്പൊ ബിസിനസിന്റെ ബാധ്യത കൂടി. അപ്പൊ രണ്ട് കാര്യങ്ങൾ എന്താ സംഭവിച്ചത്, ഒന്ന് അസറ്റ്സ് ഓഫ് ദ ബിസിനസ് ഇൻക്രീസ്ഡ് ആസ് വെൽ ആസ് ലയബിലിറ്റി ഓഫ് ദ ബിസിനസ് ഇൻക്രീസ്ഡ്. ഇവിടെ റിസീവിംഗ് ആസ്പെക്റ്റും ഗിവിംഗ് ആസ്പെക്റ്റും നമുക്ക് എങ്ങനെ പറയാൻ പറ്റും, അസറ്റ്സ് ഓഫ് ദി ബിസിനസ് ഇൻക്രീസ്ഡ് എന്ന് പറയുമ്പോൾ ബിസിനസ്സിലേക്ക് പൈസ കൂടുകയാണ് ചെയ്തത്. അപ്പൊ ക്യാഷ് ബിസിനസ് റിസീവ് ചെയ്യാണ് ചെയ്തത്. ഇവിടെ റിസീവിംഗ് ആസ്പെക്ട് എന്ന് പറയുന്നത് ബിസിനസ് ക്യാഷ് റിസീവ് ചെയ്തു. ആൻഡ് ദി ഗിവിംഗ് ആസ്പെക്റ്റോ ലയബിലിറ്റി ഓഫ് ദി ബിസിനസ്, അതായത് ബിസിനസ് ഹാസ് ടു റീപേ ദ ലോൺ എമൗണ്ട് ടു വൈ, അല്ലെ, റീപേ കൊടുക്കണം. അപ്പോൾ ഗിവിംഗ് ആസ്പെക്ട് എന്താ ഇവിടെ, ലയബിലിറ്റി ഓഫ് ദി ബിസിനസ്. ഇത് നമുക്ക് എങ്ങനെ ഇക്വേഷൻ ആയിട്ട് ചെയ്യാം, ആദ്യത്തേത് നമ്മൾ ഇങ്ങനെ ഇക്വേഷൻ ആക്കി ചെയ്തു, ക്യാപിറ്റൽ 20,000 ഇൻട്രൊഡ്യൂസ് ചെയ്തു, അസറ്റ്സ് അതുപോലെ തന്നെ 20,000 ബിസിനസ്സിലേക്ക് കടന്നു വന്നു. രണ്ടും ഒന്ന് തന്നെയാണ്. ഒരു ട്രാൻസാക്ഷന്റെ രണ്ട് വശങ്ങൾ നമ്മൾ ഇങ്ങനെ ഇക്വേഷൻ ആയിട്ട് എഴുതി എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ വൈയുടെ അടുത്തുനിന്ന് നമ്മൾ ലോണ് വാങ്ങിച്ചപ്പോൾ, ലോണ് ബോറോ ചെയ്തപ്പോൾ ഇവിടെ എങ്ങനെ നമുക്ക് ഇക്വേഷൻ ആയിട്ട് എഴുതാം, ഒന്ന് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ക്യാപിറ്റൽ, ഓണേഴ്സ് ഇക്വിറ്റി എന്ന് പറയും. അതായത് ഓണറിന്റെ ഇക്വിറ്റി, ഓണേഴ്സ് ഇക്വിറ്റി എന്നാണ് ക്യാപിറ്റൽ. അത് എത്രയായിരുന്നു ആദ്യം, 20,000 പ്ലസ് ലോൺ ഫ്രം വൈ എന്ന് വാങ്ങിച്ച ലോൺ, അതായത് ഔട്ട്സൈഡേഴ്സ് ഇക്വിറ്റി, അത് ഓണേഴ്സ് ഇക്വിറ്റി അല്ല, ഔട്ട്സൈഡേഴ്സ് ഇക്വിറ്റി ആണ്. അത് എത്രയാണ്, 10,000. ഓക്കെ, ഈ രണ്ട് എമൗണ്ടും ക്യാഷ് ആയിട്ടാണല്ലോ ബിസിനസ്സിലേക്ക് വന്നത്. ഓക്കെ, അപ്പൊ ഈ ക്യാഷ് എന്ന് പറയുന്നത് ബിസിനസിന്റെ അസറ്റ് ആണ്. അത് എത്രയായി, 30,000 ആയി. Okay, so owner's equity plus outsider's equity is equal to cash. Okay, the relationship of assets and liabilities is called accounting equation. ഈ അസറ്റ്സിന്റെയും ലയബിലിറ്റീസിന്റെയും, ഇത് രണ്ടും എന്താണ്, ലയബിലിറ്റീസ് ആണ് അല്ലെ. ക്യാപിറ്റൽ ഒരു ലയബിലിറ്റി ആണ്. ആർക്കാരോട്, ബിസിനസിന് ഓണറിനോടുള്ള ലയബിലിറ്റി ആണ് ക്യാപിറ്റൽ. ഓണർ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, ബിസിനസ് ഹാസ് ദ ഒബ്ലിഗേഷൻ ടു റീപേ ദോസ് ക്യാപിറ്റൽ. ബിസിനസ് എന്തിന്റെ ബാധ്യസ്ഥനാണ്, ആ ക്യാപിറ്റൽ ഓണർക്ക് റീപേ ചെയ്യാൻ ബാധ്യസ്ഥനാണ്. സോ ഇറ്റ് ഇസ് എ ലയബിലിറ്റി ടുവേർഡ്സ് ഓണർ. ലോൺ ഫ്രം വൈ എന്ന് പറയുന്നതോ, വൈ ഒരു ഔട്ട്സൈഡർ ആണ്, വൈന്ന് വാങ്ങിച്ച ലോണ് വൈക്ക് തന്നെ റീപേ ചെയ്യണം അല്ലെ. സോ ഇറ്റ് ഇസ് ഓൾസോ എ ലയബിലിറ്റി. അങ്ങനെ ഈ ലയബിലിറ്റീസ് ആർ ഓൾവേസ് ഈക്വൽ ടു അസറ്റ്സ് എന്നാണ് അക്കൗണ്ടിംഗ് ഇക്വേഷനിൽ പറയുന്നത്. സോ ദിസ് റിലേഷൻഷിപ്പ് ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഈസ് കോൾഡ് അക്കൗണ്ടിംഗ് ഇക്വേഷൻ. ദാറ്റ് ഈസ് അസറ്റ്സ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റീസ്. ഓക്കെ, അസറ്റ്സ് എന്തിന്റെ ഈക്വൽ ആണ്, ക്യാപിറ്റലും ലയബിലിറ്റീസിന്റെയും ഈക്വൽ ആണ് അസറ്റ്സ് എപ്പോഴും. ഇനി ക്യാപിറ്റൽ നമുക്ക് എങ്ങനെ ലഭിക്കും, അസറ്റ്സ് മൈനസ് ലയബിലിറ്റി. നമുക്ക് ഉള്ള അസറ്റ്സിന് നമ്മളുടെ ലയബിലിറ്റീസ് കുറച്ച് കഴിഞ്ഞാൽ, ഔട്ട്സൈഡേഴ്സ് ലയബിലിറ്റീസ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്യാപിറ്റൽ കിട്ടും, ഓണേഴ്സിന്റെ ലയബിലിറ്റി കിട്ടും. ഓക്കെ, ഓണേഴ്സ് ഇക്വിറ്റി കിട്ടും. ദെൻ ലയബിലിറ്റി നമുക്ക് എങ്ങനെ അറൈവ് ചെയ്യാം, അതായത് ഔട്ട്സൈഡേഴ്സ് ലയബിലിറ്റി അസറ്റ്സ് മൈനസ് ക്യാപിറ്റൽ, അസറ്റ്സ് മൈനസ് ഓണേഴ്സ് ഇക്വിറ്റി ചെയ്താൽ നമുക്ക് ഔട്ട്സൈഡേഴ്സ് ഇക്വിറ്റി അല്ലെങ്കിൽ ലയബിലിറ്റി എത്രയാണെന്ന് മനസ്സിലാവും. ഈ ഒരു റിലേഷൻഷിപ്പാണ് എന്ത് പറയുന്നത്, അക്കൗണ്ടിംഗ് ഇക്വേഷൻ എന്ന് പറയുന്നത്. വൺസ് അഗെയിൻ, നമ്മുടെ ബിസിനസ്സിലുള്ള അസറ്റ്സ് ഈസ് ഓൾവേസ് ഈക്വൽ ടു ക്യാപിറ്റൽ, ദാറ്റ് ഈസ് ഓണേഴ്സ് ഇക്വിറ്റി പ്ലസ് ലയബിലിറ്റീസ്, ദാറ്റ് ഈസ് ഔട്ട്സൈഡേഴ്സ് ഇക്വിറ്റി. ഓക്കെ, ഇനി ഇത് രണ്ടും എങ്ങനെ അറൈവ് ചെയ്യുന്നതെന്ന് ഞാൻ പറയണ്ടല്ലോ. Then dual aspect concept says that for every debit there is a corresponding credit. ഈ ഒരു കോൺസെപ്റ്റ് അനുസരിച്ചിട്ട് ഓരോ ഡെബിറ്റിനും അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്രെഡിറ്റും ഉണ്ടാവും. ഈ ഡെബിറ്റ് ക്രെഡിറ്റ് എന്നീ രണ്ട് വേർഡ്സ് റെപ്രസെന്റ് ചെയ്യുന്നത് ഇൻക്രീസ് ആൻഡ് ഡിക്രീസിനെയാണ്. ഓക്കെ, ഈ റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ഇനി അടുത്ത വീഡിയോയിൽ വിശദമായിട്ട് നമുക്ക് പഠിക്കാം. ജേർണൽ എൻട്രീസ് റെക്കോർഡ് ചെയ്യണമെങ്കിൽ ഈ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റിന്റെ റൂൾസ് തറവാക്കി മനസ്സിലാക്കിയാലേ പറ്റൂ. ഓക്കെ, സോ ഇത്രമാത്രം പഠിക്കുക. എവറി ഡെബിറ്റ് ദർ ഇസ് എ കറസ്പോണ്ടിങ് ക്രെഡിറ്റ്. The system of recording business transactions on the basis of this concept is called double entry system. ഈ ഡുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ് അനുസരിച്ചിട്ട് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത്.
In double entry system, amount involved in each transaction is written twice, once as debit and again as credit. ഈ ഒരു ഡബിൾ എൻട്രി സിസ്റ്റത്തിലൂടെ നമ്മൾ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുമ്പോൾ ഒരു എമൗണ്ട് രണ്ട് പ്രാവശ്യം എഴുതും. ഒന്ന് ഡെബിറ്റ് ആയിട്ടും ഒന്ന് ക്രെഡിറ്റ് ആയിട്ടും. നമ്മൾ ആദ്യം പറഞ്ഞല്ലോ ഓരോ ട്രാൻസാക്ഷനിലും രണ്ട് ആസ്പെക്റ്റ് ഉണ്ട്. ഒന്ന് ഗിവിംഗ് ആസ്പെക്റ്റും ഒന്ന് റിസീവിംഗ് ആസ്പെക്റ്റും. എമൗണ്ട് ഒറ്റ ഒന്ന് തന്നെയാണ്, ഒരു ട്രാൻസാക്ഷനിൽ ഒരു എമൗണ്ടേ നടക്കുന്നുള്ളൂ, പക്ഷെ അവിടെ രണ്ട് വശങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓക്കെ, ഒന്ന് ഡെബിറ്റ് ആയിട്ടും നമ്മൾ എഴുതും, ഒന്ന് ക്രെഡിറ്റ് ആയിട്ടും എഴുതും. ഓരോ അക്കൗണ്ടിന്റെ നേച്ചറിനനുസരിച്ചിട്ട് അത് മാറും. Then it leads to the conclusion that total of all assets must be equal to total of all capital, that is owner's equity, and all the liabilities. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ കൺക്ലൂഷൻ എന്താ വരുന്നത്? അസറ്റ്സ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റീസ്. എ ഈസ് ഈക്വൽ ടു സി പ്ലസ് എൽ. സി എന്ന് പറയുന്നത് ഓണേഴ്സ് ഇക്വിറ്റി ആണ്, ലയബിലിറ്റീസ് എന്ന് പറയുന്നത് ഔട്ട്സൈഡേഴ്സ് ഇക്വിറ്റി ആണ്. ഈ ഇക്വിറ്റീസ് ഈസ് ഈക്വൽ ടു അസെറ്റ്സ് ബിക്കോസ് ഈ ലയബിലിറ്റീസ് നമുക്ക് ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? ഈ ലയബിലിറ്റീസ് ബിസിനസ്സിലേക്ക് കടന്നു വരുന്നത് അസറ്റായിട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ക്യാപിറ്റൽ അസറ്റായിട്ട് വരുന്നു, ക്യാഷ് ആയിട്ടാണ് കൊണ്ടുവരുന്നത്. സോ ക്യാഷ് ആയിട്ട് ബിസിനസ്സിലേക്ക് വന്നു, ഇറ്റ്സ് എൻ അസറ്റ്. ലയബിലിറ്റീസ് അതുപോലെ തന്നെ നമ്മൾ ലോണ് വാങ്ങുമ്പോൾ ബോറോ ചെയ്യുമ്പോൾ ബിസിനസ്സിലേക്ക് അത് അസറ്റായിട്ടാണ് വരുന്നത്. ഓക്കെ, അവിടെ ലയബിലിറ്റീസ് ഉണ്ടാവുന്നു, പക്ഷെ അസറ്റായിട്ട് ബിസിനസ്സിലേക്ക് വരികയാണ് ചെയ്യുന്നത്. സോ അസറ്റീസ് ഈസ് ഓൾവേസ് ഈക്വൽ ടു ഇക്വിറ്റീസ്, ദാറ്റ് ഈസ് ഓണേഴ്സ് ഇക്വിറ്റി ആൻഡ് ഔട്ട്സൈഡേഴ്സ് ഇക്വിറ്റി. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? പ്രിൻസിപ്പിൾ ഓഫ് ഡ്യുവൽ ആസ്പെക്റ്റ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. ഡ്യുവൽ ആസ്പെക്ട് പ്രിൻസിപ്പിൾ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? എവറി ബിസിനസ് ട്രാൻസാക്ഷൻ ഹാസ് ടു ആസ്പെക്ട്, രണ്ട് ആസ്പെക്ട് ഉണ്ടാവും. ഓരോ ഇടപാടുകൾക്കും രണ്ട് വശങ്ങൾ ഉണ്ടാവും, ഒന്ന് ഗിവിംഗ് ആസ്പെക്ട്, ഒന്ന് റിസീവിംഗ് ആസ്പെക്ട്. ഓക്കെ, ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ പറഞ്ഞു. ഓണർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു, ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ട്. സോ റിസീവിംഗ് ആസ്പെക്ട് എന്ന് പറയുന്നത് ബിസിനസ് റിസീവ്സ് ദ ക്യാഷ്, അല്ലേ? And giving aspect of business is business has obligation to repay the capital amount to the owner. So giving aspect. ഇങ്ങനെ രണ്ട് ആസ്പെക്ട് പറഞ്ഞു. അതിൽ നമ്മളൊരു ഇക്വേഷൻ അറൈവ് ചെയ്തു, ദാറ്റ് ഈസ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു അസെറ്റ്സ്. സെയിം എമൗണ്ട് ആണ്. നമ്മളൊരു ട്രാൻസാക്ഷന്റെ രണ്ട് വശങ്ങൾ ഇങ്ങനെയാക്കി എഴുതി എന്നേ ഉള്ളൂ. ദെൻ വേറൊരു ട്രാൻസാക്ഷൻ എന്താ പറഞ്ഞത്? ഔട്ട്സൈഡേഴ്സിന് ലോണ് വാങ്ങി, ദെൻ ആ ലോണ് ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു. ഇവിടെ റിസീവിംഗ് ആസ്പെക്ട് ബിസിനസ് എന്ത് ചെയ്യാണ്? ആ ലോൺ എമൗണ്ട്, അതായത് ക്യാഷ് ആയിട്ട് റിസീവ് ചെയ്യാണ്. ഗിവിംഗ് ആസ്പെക്ട് ഓഫ് ബിസിനസ് ഹാസ് ദ ലയബിലിറ്റി ടു റീപേ ദ ഔട്ട്സൈഡേഴ്സ് ഇക്വിറ്റി. ഔട്ട്സൈഡറിന്റെ ഈ വൈകിന്റെ ലയബിലിറ്റി റീപേ ചെയ്യണം. സോ ദാറ്റ് ഈസ് ഗിവിംഗ് ആസ്പെക്ട്. ഇപ്പൊ നമ്മൾ ഇക്വേഷൻ ഇവിടെ എങ്ങനെയാണ് മാറ്റി എഴുതിയത്? ക്യാപിറ്റൽ, ആദ്യം കൊണ്ടുവന്ന ക്യാപിറ്റൽ പ്ലസ് ലോൺ ഫ്രം വൈ, ഔട്ട്സൈഡേഴ്സ് ഇക്വിറ്റി. അത് ഈസ് ഈക്വൽ ടു അസെറ്റ്സ് ആണ്. നമ്മൾ പുതിയൊരു ഇക്വേഷൻ കണ്ടെത്തി. ഈ അസെറ്റ്സിന്റെയും ലയബിലിറ്റീസിന്റെയും ഇക്വേഷനാണ് നമ്മൾ എന്ത് പറയുന്നത്? അക്കൗണ്ടിങ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഈ ഡ്യുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? എവറി ഡെബിറ്റ് ഹാസ് എ കറസ്പോണ്ടിങ് ക്രെഡിറ്റ്. ദെൻ ഈ ഒരു കോൺസെപ്റ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത്. സോ ഡബിൾ എൻട്രി സിസ്റ്റത്തിൽ എമൗണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? രണ്ട് പ്രാവശ്യം എഴുതുന്നുണ്ട്, ഒന്ന് ഡെബിറ്റ് ആയിട്ടും ഒന്ന് ക്രെഡിറ്റ് ആയിട്ടും. ദെൻ ലാസ്റ്റ് പറഞ്ഞത് അക്കൗണ്ടിങ് ഇക്വേഷൻ എന്താണ്? അസെറ്റ്സ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റീസ്, അതർവൈസ് അസെറ്റ്സ് ഈസ് ഈക്വൽ ടു ഓണേഴ്സ് ഇക്വിറ്റി പ്ലസ് ഔട്ട്സൈഡേഴ്സ് ഇക്വിറ്റി. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ടുഡേയ്സ് വീഡിയോ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.